ചോറിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു ചെറിയ മത്തങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കറി. തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഈ ഒരു സൈസിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. തീരെ കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്യരുത്. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് അത് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് പരിപ്പ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. സാമ്പാറിലൊക്കെ നമ്മൾ കുറച്ചൊരു പരിപ്പിടില്ലേ, ആ ഒരു അളവിൽ മാത്രം എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഈ മത്തങ്ങ കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ടെ. ഞാനിവിടെ 3 പച്ചമുളക് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. മുളക് പൊടിയൊന്നും നമ്മൾ വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ എരിവ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ പരിപ്പിൻ്റെ കൂടെ നമ്മൾ മത്തങ്ങ ഇട്ട് വേവിക്കരുത്. കുക്കറിലിട്ടിട്ടാണ് ഞാൻ പരിപ്പ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ മത്തങ്ങ ഇട്ട് വേവിക്കരുത്. കാരണം മത്തങ്ങയ്ക്ക് വേവ് കുറവാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല അടിഞ്ഞ് പായസം പോലെ ആയിപ്പോവും. പിന്നെ ഒരു നല്ല തിള വന്ന ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരമുറി തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് ജീരകം ഇട്ടെടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നല്ല കുറുക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കിനി ഈ ഒരു സമയം ആവുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിക്ക് വെന്ത്, അധികം ഉടയാത്ത രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ്. ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അതിലേക്ക് ഒഴിക്കാം. ഒരുപാട് കറി പോലെ ചാറ് പോലെ ആക്കുന്നില്ല, കുറച്ച് കുറുക്കിയിട്ടാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ലൂസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് കുറുക്കിയ രീതിയിലാണ് എടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് താളിക്കണം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വേണം ചേർക്കാൻ. നമ്മൾ ഇതിൽ ഒരു സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സമയമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അധികം ഉടയാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ചെറിയ പുളി മാത്രം മതി നമ്മുടെ മത്തങ്ങ കറിക്ക്. ഒത്തിരി പുളിയാവുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പം ഇതിൻ്റെ തക്കാളി അധികം ഉടയാത്ത രീതിയിൽ നമ്മളൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അത്ര വലിയ പാടൊന്നുമില്ല.
ഒരു തട്ടിക്കൂട്ട് കറി പോലെ എളുപ്പത്തിൽ സമയമില്ലാത്ത നേരങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള കറികൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ.